നിങ്ങളുടെ പ്ലസ് ടുവിൽ 6 സബ്ജക്റ്റാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ എടുക്കാൻ പോകുന്ന എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള ബയോളജിനെ കുറിച്ചാണ് പറയാം. അപ്പം ബയോളജി എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. ഡിഫിക്കൽട്ട് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ബയോളജി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം NCERT ടെക്സ്റ്റ് ബുക്ക്. ഈ NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങളൊരു മിനിമം 2 ടൈംസ് എങ്കിലും ഒന്ന് വായിച്ചിരിക്കണം. എന്താണ് അതിലുള്ള കണ്ടൻറ്റ് എന്നൊന്ന് കുറച്ച് പാടാണ് മനസ്സിലാക്കാൻ. അപ്പോൾ നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം വായിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, നിങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ വായിച്ച് കൃത്യമായിട്ട് തന്നെ ടീച്ചേഴ്സിനോട് ചോദിക്കുകയാണ് ചെയ്യേണ്ടത്. ബയോളജി അങ്ങനെ ചെയ്യും. അപ്പം ഞാനിങ്ങനെ ബയോളജി പഠിച്ചുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ടീച്ചർ ഒരു പ്രിൻറ്റഡ് നോട്ട് തരുമായിരുന്നു. ആ പ്രിൻറ്റഡ് നോട്ട് വായിച്ചു കഴിഞ്ഞിട്ട് NCERT വായിക്കുമ്പോഴത്തേക്കും അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. ഈ HSS ലൈവിലൊക്കെ നിങ്ങൾക്ക് ബയോളജി നോട്ട്സും കെമിസ്ട്രി നോട്ട്സും മാത്സ് നോട്ട്സും അങ്ങനെ പറഞ്ഞ എല്ലാ സബ്ജക്റ്റിൻ്റെ നോട്ട്സ് കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ HSS ലൈവ് എന്ന് അടിച്ചു കൊടുത്തതിൻ്റെ ഷോർട്ട് നോട്ട്സ് എന്ന് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങളത് നോക്കാം. ഓക്കെ, അത് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ബയോളജിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു ഷോർട്ട് നോട്ടല്ല പ്രിൻ്റ് നോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രിൻ്റ് നോട്ട് നോക്കിയാണ് ഞാൻ കൂടുതൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ക്രിസ്മസ് എക്സാം ടഫായെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ NCERT കൂടുതൽ നോക്കാനായിട്ട് തുടങ്ങി. ഞാൻ NCERT എല്ലാ ചാപ്റ്റേഴ്സും വായിച്ചിട്ടുണ്ട്. ഈ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്, അങ്ങനത്തെയുള്ള ചാപ്റ്റേഴ്സൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ എല്ലാം തന്നെ വായിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ബയോളജിയിൽ PYQs ചെയ്യാന്നുള്ളത് തന്നെയാണ്. PYQs ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറേ PYQs ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു മോഡലൊക്കെ മനസ്സിലാവും. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ബയോളജിയിൽ ഞാനങ്ങനെ ഗൈഡുകളോ അങ്ങനെയൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ടീച്ചർ തന്നിട്ടുള്ള പ്രിൻ്റഡ് നോട്ട് ഞാൻ യൂസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കും. പിന്നെ ചില സമയത്ത് എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ എക്സാമിനറുടെയോ അല്ലെങ്കിൽ സൈലത്തിൻ്റെയോ വീഡിയോ ക്ലാസ്സുകൾ കാണാറുണ്ട്. അതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത സബ്ജക്റ്റാണ് നമ്മുടെ ഫിസിക്സ്. അപ്പോൾ ഫിസിക്സിനെ കുറിച്ച് പറയുമ്പോൾ മിക്കവർക്കും കുറച്ചെങ്കിലും പേടിയുള്ളൊരു സബ്ജക്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും കുറച്ചൊക്കെ പേടിയുണ്ടായിരുന്നൊരു സബ്ജക്റ്റാണ്. പക്ഷേ നമുക്ക് ഫിസിക്സിൽ ഒരു 25 മാർക്കോളം നമുക്ക് ഡെറിവേഷന് വേണ്ടി പോവുകയാണ്. അത്യാവശ്യം കുറേ ഡെറിവേഷൻസ് ഉണ്ട്. ഈ ഡെറിവേഷൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ എഴുതി പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം എഴുതി പഠിച്ചെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളത് ഒന്നും കൂടി റിവൈസ് ചെയ്യണം. അല്ലെങ്കിൽ ഉറപ്പായിട്ടും മറന്നു പോകും. അപ്പോൾ അത് കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പും എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കിയും കൂടി പഠിക്കുകയാണെങ്കിൽ, വെറുതെ കാണാപ്പാഠം പഠിക്കാതെ എങ്ങനെ ആ സ്റ്റെപ്പ് വന്നുകൊണ്ട് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോയാലും നമുക്ക് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഫിസിക്സിൽ പ്രോബ്ലംസ് വരാം അല്ലേ. റേയോപ്റ്റിക്സിന്നും അങ്ങനെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രോബ്ലംസ് നിങ്ങളെങ്ങനെ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ PYQ ചെയ്ത് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും കൂടി നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇനിയിപ്പോൾ +2 ആണെങ്കിലും +1 ആണെങ്കിലും എക്സാംസ് ഒക്കെ ഡിഫിക്കൽട്ടായിട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് എന്ന് ഓരോ ചാപ്റ്ററിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന്. അല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ച് നോക്കിയാലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഫിസിക്സ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു പ്രിൻ്റഡ് നോട്ട് തരും. പക്ഷേ ഫിസിക്സ് നമ്മൾ കുറേ ഡെഫിനേഷൻസ് ഉണ്ടാവുമല്ലോ, ഡെഫിനേഷൻസും പഠിക്കണം, ഡെറിവേഷൻസും പഠിക്കണം, ന്യൂമറിക്കൽ പ്രോബ്ലംസ് പഠിക്കണം, അല്ലാത്ത ആപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ പഠിക്കണം. അപ്പോൾ അതൊക്കെ പഠിക്കാൻ പറ്റുന്നത് ഫസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുള്ള നോട്ട് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുക, മനസ്സിലാക്കുക, ഡെറിവേഷൻസ് എഴുതി പഠിക്കുക, PYQs സോൾവ് ചെയ്യുക. ഇനി ഗൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒന്നും ഒരുപാട് ചോദിക്കണം എന്നില്ല. പക്ഷേ ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ ചോദിക്കാതിരിക്കാം. ഞങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് കൂടുതലും ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ പബ്ലിക് എക്സാമിന് ഭയങ്കരമായിട്ട് ഞാൻ ഒരുപാട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുറേ ന്യൂമറിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, 2 3 എണ്ണം. അപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ന്യൂമറിക്കൽസ് ആയിരിക്കും കൂടുതൽ, ഡെഫിനേഷൻസ് കുറവായിരിക്കാം. ചിലപ്പോൾ ഡെറിവേഷൻസും ഡെഫിനേഷൻസും കൂടുതലായിരിക്കും, ന്യൂമറിക്കൽസ് കുറവാണ്. അങ്ങനെയാണ്. ഓക്കെ, ഇനി അടുത്ത സബ്ജക്റ്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത സബ്ജക്റ്റാണ് നമ്മുടെ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ കെമിസ്ട്രി ഞാൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം: ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, അൺഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി ആദ്യമേ ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുള്ളതാണ്. ഫിസിക്കൽ കെമിസ്ട്രി സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, ഇതൊക്കെ ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്നതാണ്.
അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓണം എക്സാമിന് പഠിച്ചു കഴിഞ്ഞതായിരിക്കും. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് ഇനി നിങ്ങൾ കയറാനായിട്ട് പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലേക്കൊക്കെ ആയിരിക്കും അല്ലേ. ഓർഗാനിക് ഒക്കെ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും, ഹാലോ ആൽക്കീൻസ്, ഹാലോ അരീൻസ്. അപ്പോൾ ഓർഗാനിക് ഒക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ട് വൃത്തിക്ക് പഠിക്കുക. ഇനി നോട്ട് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിനർ സൈലത്തിൻ്റെയോ അവരൊക്കെ ഒരുപാട് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ നോട്ട്സിൽ കൃത്യമായിട്ട് ഓരോ റിയാക്ഷൻസും കൃത്യമായിട്ട് പഠിക്കുക. ആ റിയാക്ഷൻസ് കാണാപ്പാടെ പഠിക്കുക മാത്രമല്ല അതിൻ്റെ പേരുകൾ. ഇപ്പോൾ ബെൻസീൻ എന്ന് പറയുമ്പോൾ ഒരു പേരല്ലേ. അപ്പോൾ ബെൻസീനെ എങ്ങനെ ക്ലോറോ ബെൻസീനാക്കാം, ബെൻസീനെ എങ്ങനെ നൈട്രോ ബെൻസീനാക്കാം എന്നായിരിക്കും അവർ ചോദിക്കുന്നുണ്ടാവുക. അല്ലാതെ ചിലപ്പോൾ എന്താണ് ഗുഡ്സ് റിയാക്ഷൻ എന്ന് ചില സമയത്ത് നേരിട്ട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ പ്രൊപ്പൈനെ എങ്ങനെ ബ്യൂട്ടൈനാക്കാം, ബ്യൂട്ടൈനെ എങ്ങനെ ഹെപ്റ്റീനാക്കാം, അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പേര് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമ്മളത് പഠിക്കണം. അതെങ്ങനെയാണ് വന്നതെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും ഡയറക്റ്റായിട്ട് ചോദിക്കണമെന്നില്ല. ഇതുപോലെ പേര് വെച്ചിട്ട് ഞങ്ങളുടെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ PYQs റെഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓർഗാനിക് കെമിസ്ട്രി ഞാൻ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്ക് ഉറപ്പായിട്ട് നിങ്ങൾ വായിക്കണം. അതിൻ്റെ PYQs ഒരുപാട് സോൾവ് ചെയ്യണം. എന്നാൽ മാത്രമേ അതിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനിഷൻസ് കുറേ പഠിക്കാനുണ്ടാകും. ഡെറിവേഷൻ എനിക്ക് തോന്നുന്നു ആകെയുള്ളത് ഇലക്ട്രോ കെമിസ്ട്രിയിലുള്ള ഒരു സിങ്കിൻ്റെ ആ ഒരു സംഭവമാണ് നിങ്ങൾക്കുള്ളത്. ഡാനിയൽ സെല്ലിൻ്റെ സംഭവമാണ് നിങ്ങൾക്കുള്ളത്. അത് മാത്രമേ ഡെറിവേഷൻ ആയിട്ടുള്ളൂ. പിന്നെ കെമിക്കൽ കൈനറ്റിക്സിൻ്റെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, സീറോ ഓർഡർ റിയാക്ഷൻ അതുപോലെയുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ പറയാനുള്ളത് അടുത്തതായിട്ട് ഇനോർഗാനിക് കെമിസ്ട്രിയാണ്. ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് വെച്ചാൽ നമ്മുടെ ഡി ബ്ലോക്ക് ഈ എലമെൻസിനെ കുറിച്ചിട്ട് പീരിയോഡിക് ടേബിളിലുള്ള എലമെൻസിനെ കുറിച്ച് പഠിക്കുന്നതും ഓരോ ബ്ലോക്സിനെ കുറിച്ച് പഠിക്കുന്നതും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണാപ്പാഠം പഠിക്കുന്ന ഇനി ബയോളജി പഠിക്കുന്ന പോലെ തന്നെ കാണാപ്പാഠം പഠിക്കുക തന്നെയാണ്. പക്ഷേ അതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അറ്റ്ലീസ്റ്റ് 2 ടൈംസ് എങ്കിലും നിങ്ങൾ വായിച്ചിരിക്കണം. അതിലുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും ഒന്ന് നോട്ട് ചെയ്തിട്ട് തന്നെ പോകണം. കാരണം അതിൽ നിന്നുള്ള അതേ സെയിം ക്വസ്റ്റ്യൻസ് ഒരുപാട് വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ നോക്കണം. ഇത്രയൊക്കെയുള്ളൂ കെമിസ്ട്രീനെ കുറിച്ച് പറയാനായിട്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈനായിട്ട് പറഞ്ഞുള്ളൂ. ഇനി നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും എങ്ങനെ പഠിക്കണം എന്നുള്ളത് സെപ്പറേറ്റ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ ഓരോ സബ്ജക്റ്റും കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ എങ്ങനെയാണ് പഠിച്ചിരുന്നതെന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സബ്ജക്റ്റാണ് നമ്മുടെ മാത്സ്. മാത്സിലും എനിക്ക് ഫുൾ മാർക്ക് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെ നേടാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്സിൽ നിങ്ങളിപ്പോൾ ആദ്യത്തെ സെഷനൊക്കെ വളരെ എളുപ്പമാണ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, അതുപോലെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി, ഡിറ്റർമിനേഷൻ മാട്രിക്സ്, അതൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന തന്നെയാണ്. പിന്നെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലുള്ളൂ. അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലുള്ള തന്നെ സോൾവ് ചെയ്ത് പ്രൂവ് ദാറ്റൊക്കെ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നിങ്ങളിനി കിടക്കാൻ പോകുന്നത് കാൽക്കുലസിലേക്കാണ്. അപ്പോൾ കാൽക്കുലസിൽ എനിക്ക് നിങ്ങളോട് പറയേണ്ടത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി വളരെ നന്നായിട്ട്, അതാണ് അതിൻ്റെ ബേസ്. അപ്പോൾ ആ ഒരു ബേസ് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല സ്ട്രോങ് ആക്കി വെക്കണം. പിന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്, പിന്നെയാണ് നിങ്ങൾ ഇൻറ്റഗ്രൽസിലേക്ക് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഇൻറ്റഗ്രേഷനൊക്കെ എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത്യാവശ്യം 300ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം കൂടി നമ്മളെ കൊണ്ട് ചെയ്യാൻ നടക്കില്ല. പക്ഷേ ചിലപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ ടീച്ചർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് നോട്ടി തന്നിട്ടുണ്ടാകും. അതൊക്കെ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്യണം. ആൻഡ് ഇൻറ്റഗ്രേഷനിൽ അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്, 9 മാർക്കോളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ പകുതി സമയം നിങ്ങൾ ഇൻറ്റഗ്രേഷനിൽ കൊടുക്കണമെന്ന് അറിയില്ല. എന്നാലും ഇൻറ്റഗ്രേഷൻ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഫസ്റ്റ് തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം കുറച്ച് ഈ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ള നിങ്ങൾ PYQs ഡിപ്പെൻഡ് ചെയ്യുക. PYQs ഒരുപാട് ചെയ്യുക. ഒരുപാട് PYQs നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടും, അല്ലെങ്കിൽ ബുക്ക് ആയിട്ട് കിട്ടും. അങ്ങനെ ചെയ്യാം. ഞാൻ ഗൈഡ്സൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നെറ്റിൽ നിന്നൊക്കെ സെർച്ച് ചെയ്ത് PYQs എടുത്തേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഗൈഡ്സിനെ കുറിച്ചൊന്നും പറയാത്തത്. ഓക്കെ, ഇൻറ്റഗ്രൽസ് അങ്ങനെ ചെയ്യാം. പിന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻറ്റഗ്രൽസ് ഒന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ 3 ഡയമെൻഷൻ ആണെങ്കിലും വെക്റ്റർ ഓൾജിബ്ര ആണെങ്കിലും അതും എളുപ്പമായിട്ടുള്ള ചാപ്റ്റർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതിലുള്ള ഈ ലാസ്റ്റുള്ള എക്സാംപ്ലർ ക്വസ്റ്റ്യൻസോ അങ്ങനെ എന്തൊരു സംഭവമുണ്ട്, എക്സാംപ്ലർ അല്ല അങ്ങനെയാന്ന് തോന്നുന്നു, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഏറ്റവും ലാസ്റ്റ് ഈ എക്സസൈസസ് ഒക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഒരു സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ നന്നായിട്ട് തന്നെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എനിക്ക് മാത്സിനെ കുറിച്ച് പറയാനായിട്ട്. മാത്സ് നിങ്ങൾ എഴുതി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. വായിച്ചൊരിക്കലും പഠിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ദെൻ അടുത്ത സബ്ജക്റ്റാണ് നമ്മുടെ ഹിന്ദി.
ഹിന്ദിയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഹിന്ദി എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദിയൊക്കെ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടാണ്, നിങ്ങൾ എക്സാമിനറിൻ്റെയോ സൈലത്തിൻ്റെയോ ക്ലാസ് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. പിന്നെ ഇംഗ്ലീഷിൽ ആക്ച്വലി ഞാൻ ഇംഗ്ലീഷിൽ അത്ര വലിയ ഇതില്ലായിരുന്നു. പിന്നെ എനിക്ക് ഇംഗ്ലീഷിന് 78 ആയിരുന്നു സ്കോർ. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഓ ഇത്രയും മാർക്ക് ഉണ്ടായിട്ടാണോ? അങ്ങനെയല്ല, ഒരു ലക്ക് ഫാക്ടർ ഉണ്ട് ഇംഗ്ലീഷിന് കേട്ടോ. ഇംഗ്ലീഷിൽ നമ്മൾ എത്രത്തോളം എഴുതുന്നു എന്നുള്ളത് മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആ എഴുതിയിരിക്കുന്നതിൽ ക്വാണ്ടിറ്റി അതിൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ടാണ് ടീച്ചേഴ്സ് മാർക്ക് ഇടുന്നത്. അത്യാവശ്യം കുറേ എഴുതണം, എങ്കിലും ആ എഴുതുമ്പോൾ വെറുതെ എഴുതി പോകാതെ അതിൻ്റെ അകത്തൊരു കണ്ടൻറ്റ് നമ്മൾ കൊടുക്കണം. എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മാർക്ക് ഇടാനായിട്ട് ടീച്ചേഴ്സിന് തോന്നുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇംഗ്ലീഷിലൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെയുള്ള സമ്മറിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ഇൻഡെക്സിലുള്ള കാര്യങ്ങളൊക്കെ ബൈഹാർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതൊക്കെ ബൈഹാർട്ട് ചെയ്ത് ഓരോ കോട്സുകളൊക്കെ ഉണ്ട്. ആ കോട്സുകളൊക്കെ നിങ്ങൾ കാണാപ്പാഠം പഠിച്ചിട്ട് നിങ്ങളത് എക്സാമിന് എഴുതുവാണെങ്കിൽ അത് ടീച്ചറിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷിനെ കുറിച്ച് എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഡിസംബർ എക്സാം നിങ്ങൾക്ക് 2 മന്ത്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.